ഇന്നത്തെ ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ എക്സ്പെക്ടേഷൻസും ഇൻഡെപ്ത് അനാലിസിസും നമ്മളോടൊപ്പം പങ്കുവെക്കുവാനുമായിട്ട് ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അല്ല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഇന്നലെ US സൂചികകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു മുന്നേറ്റം രേഖപ്പെടുത്താനായിട്ട് പുതിയൊരു ഓൾ ടൈം ഹൈ S&P 500 സൂചിക അടക്കം ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അത്തരത്തിലൊരു മൂവ്മെന്റ് രേഖപ്പെടുത്തിയെങ്കിൽ പോലും പിന്നീട് ആ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഒരു ഫ്ലാറ്റ് സ്റ്റോണിലാണ്, ഏകദേശം ആ ലെവൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു ഫ്ലാറ്റ് സ്റ്റോണിലാണ് അമേരിക്കൻ സൂചികകളിൽ S&P 500 അടക്കമുള്ള ഈ പ്രധാന ഇൻഡെക്സുകൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ സൂചികകളിലുള്ള ഈ ഒരു മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മൾ അമേരിക്കൻ വിപണി നോക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡിൽ ഒരു പ്രോബ്ലം കാണാൻ സാധിക്കുന്നില്ല. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നമ്മൾ S&P ഇൻഡെക്സ് മാറ്റി നിർത്തി നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് പരിശോധിക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് ഇൻഡെക്സിന് പുതിയ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ഓൾമോസ്റ്റ് 2 ആഴ്ചകളായിട്ട് അതേ ഓൾ ടൈം ലെവൽ ഹൈ ലെവലിന്റെ വളരെ അടുത്ത ട്രേഡിംഗ് നടത്തി വരുന്നത്. അത് നമുക്ക് എന്താ ഒരു മെസ്സേജ് നൽകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ ഏറ്റവും വലിയ 30 കമ്പനികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ അമേരിക്കൻ വിപണി ഡൗ ജോൺസ് ഇൻഡെക്സ് ബേസ് സ്റ്റോക്സിൽ നമുക്കൊരു പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ പൊസിഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് 44,000 പോയിന്റിന്റെ സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. കറന്റ് ലെവൽസിൽ ലോ റിസ്ക് ആയിട്ട് കാര്യമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. നാസ്ഡാക്ക് ഇൻഡെക്സിന് ഇന്നലെ പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചെങ്കിലും അതിനുശേഷം ഗെയിൻസ് ഒന്നും തന്നെ നിലനിർത്താൻ സാധിച്ചില്ല. അതിനുശേഷം നമ്മൾ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് 21,700 പോയിന്റ്. അപ്പം കമോഡിറ്റി മാർക്കറ്റിൽ ആദ്യം ക്രൂഡിലേക്ക് വരാം. ക്രൂഡിലെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലാണ് പ്രധാനമായിട്ടും WTI ക്രൂഡിൽ ട്രേഡിംഗ് നടക്കുന്നത്. ബ്രെൻഡിലേക്ക് നോക്കുകയാണെങ്കിലും സമാനമായിട്ടുള്ളൊരു മൂവ്മെന്റ് തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് 0.2% നേരിയൊരു നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ക്രൂഡിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 2 ആഴ്ചകളായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ $70 സപ്പോർട്ട്, $74 റെസിസ്റ്റൻസുമായിട്ട്. ഇന്നലെ നമുക്ക് തുടക്കത്തിൽ ഒരു വീക്ക് ക്ലോസിംഗ് കാണാൻ സാധിച്ചിരുന്നു. അതിനുശേഷം $70 12 സെന്റിലായിരുന്നു അതിന്റെ ഇന്നലത്തെ ലോവസ്റ്റ് ലെവൽ. അതിനുശേഷം ക്ലോസിംഗ് ടൈം ആയപ്പോഴേക്കും നേരിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. നമുക്ക് $70, $74 ഈ 2 റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽ തന്നെ ശ്രദ്ധിച്ചിരിക്കാം. സ്വർണത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്വർണത്തിനെ സംബന്ധിച്ച് നിലവിൽ ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിലാണ് ട്രേഡിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു ഏർലി അവേഴ്സ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഒരു 8 മണിക്ക് മുമ്പുള്ള ഒരു സമയമൊക്കെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ ആയിട്ടുള്ള $2,939.67 എന്നൊരു നില വരെ ഉയർന്നതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഗോൾഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നേരിയ ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിച്ചിരുന്നു. ബട്ട് ഇന്നലത്തെ ക്ലോസ് നോക്കുമ്പോഴേക്കും എഗെയിൻ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് സ്വർണത്തിൽ കാണാൻ സാധിച്ചിരുന്നു. ദർസ് എ ഹൈ പോസിബിലിറ്റി സ്വർണത്തിൽ വീണ്ടും നമുക്കൊരു ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുമെന്ന്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് $2,870 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആഭ്യന്തര വിപണിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആഭ്യന്തര വിപണിയിൽ ഇന്നലെ കൂടുതലായിട്ടും ഒരു വോളറ്റൈലായിട്ടൊരു സെഷനായിരുന്നു വിപണി സാക്ഷ്യം വഹിച്ചിരുന്നത്. എന്നിരുന്നാൽ പോലും ത്രൂ ഔട്ട് ദ ഡേ പരിശോധിക്കുമ്പോഴേക്കും 22,800 എന്നൊരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇൻട്രാഡേയിൽ നിഫ്റ്റി 50ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ലോ പരിശോധിക്കുമ്പോൾ 22,801 എന്ന നില വരെയായിരുന്നു എത്തിയിരുന്നത്. പിന്നീട് അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ബൗൺസ് ബാക്ക് നടത്താനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് പരിശോധിക്കുമ്പോൾ വളരെ ഫ്ലാറ്റായിട്ട് 22,945.3 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി 50യിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ ബെയറിഷ് ആയി തന്നെ തുടരുന്നു. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ഒരു മാറ്റവുമില്ല, ബോത്ത് ആർ ബെയറിഷ്.
ബട്ട് നിഫ്റ്റി 50യുടെ കേസിൽ അല്ല ചൂണ്ടിക്കാണിച്ചതുപോലെ 22,700 പോയിന്റ് ആയിരിക്കും നമ്മൾ സപ്പോർട്ടായിട്ട് ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. നമുക്ക് ട്രെൻഡ് റിവേഴ്സൽസ് നിഫ്റ്റി 50 കാണാൻ സാധിക്കണമെങ്കിൽ ആദ്യം തന്നെ 23,600 അതിനുശേഷം 24,350 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. വീണ്ടും ഇന്നലെ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. യെസ്. ഒപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഒരു പക്ഷേ നിഫ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ അല്പം അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ളൊരു ഇൻഡെക്സ് ആയിട്ട് നിഫ്റ്റി ബാങ്ക് മാറിയിരുന്നു. 49,077.3 എന്ന നിലയിലാണ് നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 171 പോയിന്റ്സിന്റെ ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി ബാങ്കിന്റെ കാഴ്ചപ്പാടിലും ഒരു മാറ്റവും ഇല്ല. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു റിക്കവറി ടേൺ റൗണ്ട് കാണാൻ സാധിക്കണമെങ്കിൽ ആദ്യം തന്നെ 50,000 പോയിന്റും, ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 51,300 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. നമ്മൾ നിഫ്റ്റി ബാങ്കിങ് സെക്ടർ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, കോട്ടക് ബാങ്ക് മുതലായ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിലൊക്കെ നേരിയ ഒരു ബൈയിങ് ഇൻട്രസ്റ്റും ഒരു ബുള്ളിഷ് സെറ്റപ്പും ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പബ്ലിക് സെക്ടർ ബാങ്ക്സിലൊക്കെ ആ ഒരു ബെയറിഷ് ട്രെൻഡ് നിലനിൽക്കുന്നത്. പബ്ലിക് സെക്ടർ ബാങ്ക്സിൽ ഒന്നും തന്നെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഇത്രയും വീക്ക്നെസ് തുടരുന്നത്. ഒപ്പം തന്നെ മറ്റൊരു സ്റ്റോക്ക് ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നു. എന്നിരുന്നാൽ പോലും HDFC ബാങ്കിനെ സംബന്ധിച്ചാണ്. HDFC ബാങ്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ഒരു പോസിറ്റീവ് ടോൺ നിലനിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ഇൻഡെക്സിന്റെ ഇന്നലത്തെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊട്ടക് ബാങ്ക്, HDFC ബാങ്ക്, ഒപ്പം തന്നെ ആക്സിസ് ബാങ്ക് എന്നീ 3 പ്രൈവറ്റ് പ്ലേയേഴ്സ് ആയിരുന്നു ഒരു പോസിറ്റീവ് ടോണിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. HDFC ബാങ്കിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ 0.33% ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ട് തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ദിവസത്തിലും പോസിറ്റീവ് ടോണിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. HDFC ബാങ്ക് ഓഹരികളിലുള്ള തങ്ങളുടെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? HDFC ബാങ്കിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് HDFC ബാങ്കിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ പല തവണ ഇതേ ഫോറത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു ഫാക്ടേഴ്സ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോക്ക് HDFC ബാങ്ക് ഫ്രം എൻ ഇൻവെസ്റ്റിംഗ് വാല്യൂ പെർസ്പെക്റ്റീവ്. സോ നമ്മൾ കഴിഞ്ഞ 2-3 മാസത്തിൽ കണ്ടിരിക്കുന്ന ആ ഒരു കറക്ഷൻ നമുക്ക് നല്ലൊരു അവസരം HDFC ബാങ്കിൽ ഒരു ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ നമുക്കൊരു അവസരം കാണാൻ സാധിക്കുന്നത്. അടുത്ത 2-3 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1747. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് മാറും. അതിനോടൊപ്പം തന്നെ മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് ഇൻഡസിൻഡ് ബാങ്ക് ഓഹരികളാണ്. ഇൻഡസിൻഡ് ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് തിങ്കളാഴ്ചത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുമ്പോൾ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഉണ്ടായിരുന്നൊരു ഓഹരിയായിരുന്നു. എന്നാൽ ഇന്നലത്തെ ട്രേഡിംഗ് പരിശോധിക്കുമ്പോൾ ആ ഒരു നേട്ടമെല്ലാം തന്നെ, നേടിയ നേട്ടമെല്ലാം തന്നെ കൈവിട്ടുകൊണ്ട് 1024.1 എന്ന നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 2.3% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് പരിശോധിക്കുക, ഏകദേശം ഒരു ഫെബ്രുവരി 13 തൊട്ടുള്ള സെഷൻസ് പരിശോധിക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ഒരു സൈഡ് വേസ് ആയിട്ടുള്ള കൺസോൾട്ടേറ്റ് ആയിട്ടൊരു മൂവ്മെന്റ് ആണ് ഇൻഡസിൻഡ് ബാങ്ക് ഓഹരികളിൽ കാണാൻ സാധിക്കുന്നത്. ഇൻഡസിൻഡ് ബാങ്ക് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇൻഡസിൻഡ് ബാങ്കിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ആക്ച്വലി ബെയറിഷ് ആയിട്ട് തുടരുന്നത്. ബട്ട് ഇൻഡസിൻഡ് ബാങ്കിന്റെ കേസിൽ നമുക്കൊരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സലിന് നല്ലൊരു ഹൈ പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ അടുത്ത 3 ട്രേഡിംഗ് സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1070 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഈ ഒരു സ്റ്റോക്കും നമ്മുടെ ഒരു റഡാറിലോട്ട് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ അദാനി വിൽമറിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. അദാനി വിൽമറിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? അല്ല, നമ്മൾ അദാനി ഓവറോൾ അദാനി ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി വീക്ക്നെസ്സും ബെയറിഷ്നെസ്സും അദാനി സ്റ്റോക്സിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും വീക്കായിട്ടുള്ള ഒരു സ്റ്റോക്ക് അദാനി വിൽമർ. ആൻഡ് അദാനി ഗ്രൂപ്പ് അദാനി വിൽമറിൽ നിന്ന് അവരുടെ ഒരു സ്റ്റേക്ക് റെഡ്യൂസ് ചെയ്യുമെന്ന വാർത്ത വന്നതിനെ തുടർന്ന്
കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഹെവി സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ബട്ട് എങ്കിലും ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും നല്ലൊരു റിക്കവറി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. അത് ഒരിക്കലും ഒരു ട്രെൻഡ് റിവേഴ്സൽ ആയിട്ട് വിലയിരുത്തരുത്. നമ്മൾ ഇന്നലെ കണ്ടിരിക്കുന്ന റിക്കവറി ഈസ് ഓൺലി ഷോർട്ട് കവറിംഗ്. ഈ സ്റ്റോക്കിന്റെ അടുത്ത 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 270 അതിനുശേഷം 285. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ. യെസ്, ഒപ്പം തന്നെ RVNL താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. RVNL സംബന്ധിച്ചിട്ട് ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിക്ഷേപകരെ നിരാശപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രകടനം നടത്തിയ ഓഹരി കൂടിയാണ് RVNL എന്ന് പറയുന്നത്. ഇന്നലെയും ഏകദേശം 3% ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. RVNL താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? RVNLന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഈ സ്റ്റോക്കിലെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ബട്ട് ഈ ഒരു സ്റ്റോക്കും ഹൈലി ഓവർസോൾഡ് ഒരു സോണിലോട്ട് വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് കവറിംഗ് ഒരു നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. ഒപ്പം BHEL താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. BHEL സംബന്ധിച്ചിട്ട് ഇന്നലെ വളരെ മോശപ്പെട്ടൊരു ദിവസമായിരുന്നു എന്ന് തന്നെ പറയാം. ഏകദേശം ഒരു 52 വീക്ക് ലോയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയാണ് ഭാരത് ഹെവി ഇലക്ട്രിക്കലിനെ സംബന്ധിച്ച് ഇന്നലെ ഉണ്ടായിരുന്നത്. 183.57 എന്നൊരു 52 വീക്ക് ലോ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ക്ലോസ് ചെയ്തിരിക്കുന്നതും ഏകദേശം 3.5% ഇടിവിൽ 186.1 എന്നൊരു ലെവലിലാണ്. BHEL താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? BHELന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ഇത് BHEL മാത്രമല്ല, നമ്മളിപ്പോൾ ഏത് ഡിഫൻസ് മേഖലയിലുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ ഏത് ലാർജ് പബ്ലിക് സെക്ടർ സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാലും ഇതേ പാറ്റേൺ, ഇതേ ട്രെൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ BHELന്റെ കേസിലും RVNLനെ പോലെ തന്നെ വളരെ ഹെവിലി ഓവർസോൾഡ് സോണിലാണ് BHEL ട്രേഡിംഗ് നടത്തി വരുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. 180 രൂപയിലെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിലെ കറന്റ്ലി നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിലെ ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 220 രൂപയുടെ മുകളിൽ ഇത് ട്രേഡിംഗ് നടക്കണം. അടുത്തതായിട്ട് ലാർസൻ ആൻഡ് ടൂബ്രോയുമായി ബന്ധപ്പെട്ടുള്ള റിവ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഫ്ലാറ്റിഷ് ടോണിലായിരുന്നു ഇന്നലെ പ്രധാനമായിട്ടും L&Tയുടെ ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. ഏകദേശം 3220 രൂപ എന്ന നിലയിൽ 0.06% നേരിയ നേട്ടത്തിൽ. L&Tയെ സംബന്ധിച്ചിട്ട് ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത് കമ്പനി അവരുടെ L&T സ്പെഷ്യൽ സ്റ്റീൽസ് ആൻഡ് ഹെവി ഫോറിൻ ലിമിറ്റഡ്സിന്റെ 26% സ്റ്റേക്കും ഏറ്റെടുത്തു എന്നതടക്കമുള്ള അപ്ഡേഷൻസ് എത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ L&T ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? L&Tയുടെ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ 2023 മുതൽ ഇതൊരു ബ്രോഡ് സൈഡ് വേസ് പാറ്റേൺ നമുക്ക് കാഴ്ചവെക്കുന്നത്. ഇതിന്റെ വളരെ മേജർ ആയിട്ടൊരു സപ്പോർട്ട് 3150, മേജർ റെസിസ്റ്റൻസ് 3950. സോ ഓൾമോസ്റ്റ് ഒരു 700-800 രൂപയുടെ ഒരു ട്രേഡിംഗ് റേഞ്ചിലാണ് ഈ സ്റ്റോക്ക് പെട്ടുപോയിരിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3100 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്തതായിട്ട് സ്മോൾ ഫിനാൻസ് ബാങ്ക് സെഗ്മെന്റിൽ നിന്നുള്ള AU സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. AU സ്മോൾ ഫിനാൻസ് ബാങ്കും ഇന്നലെ ഒരു 52 വീക്ക് ലോയിലേക്ക് ഇടിയുന്ന ഒരു സ്ഥിതിയായിരുന്നു കണ്ടിരുന്നത്. 499 എന്ന നിലയാണ് പുതിയ 52 വീക്ക് ലോ എന്ന് പറയുന്നത്. ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നതും ഏകദേശം 3.5% ഇടിഞ്ഞ് 504 രൂപ എന്നൊരു നിലയിലാണ്. AU ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഫോർച്ചുനേറ്റ്ലി AU ബാങ്കിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ എടുത്തു പറയാനുള്ള കഴിഞ്ഞ ഫെബ്രുവരി 4 മുതൽ തുടർച്ചയായിട്ട് ഹെവി സെല്ലിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് AU ബാങ്ക്. സോ കറന്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് 540, 560, 580 ഈ 3 റെസിസ്റ്റൻസ് ലെവൽസ് ആയിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഒപ്പം തന്നെ
അടുത്തതായിട്ട് ക്യുപ്പിഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ക്യുപ്പിഡിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം 2.9% ഇടിവിൽ 67.7 എന്നൊരു നിലയിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ക്യുപ്പിഡിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞൊരു 2-3 ദിവസം മുമ്പായിട്ട് കമ്പനിയുടെ റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ചിട്ട് ഒരു മെച്ചപ്പെട്ട നമ്പേഴ്സ് പബ്ലിഷ് ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അറ്റാദായത്തിൽ ഏകദേശം 24% ഒരു നേട്ടം രേഖപ്പെടുത്താനും വാർഷികാടിസ്ഥാനത്തിൽ രേഖപ്പെടുത്താനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ക്യൂപ്പിഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ക്യൂപ്പിഡിന്റെ കേസിൽ ആദ്യം തന്നെ നമ്മൾ മറക്കാൻ പാടില്ലാത്തത് ഇതൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. ആൻഡ് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ലിക്വിഡിറ്റി കാര്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. സോ മറ്റ് പല സ്മോൾ ക്യാപ് സ്റ്റോക്സിനോടൊപ്പം തന്നെ കഴിഞ്ഞ 3-4 മാസത്തിനിടെ ഈ സ്റ്റോക്കിൽ വളരെ ഹെവി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 65 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 85 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ടാറ്റ മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് അടുത്തതായിട്ട് ചോദിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ കുറേ അധികം നാളുകളായിട്ട് നിക്ഷേപകരെ നിരാശപ്പെടുന്ന തരത്തിലുള്ള പ്രകടനം നടത്തിയ ഓഹരി കൂടിയാണ് ടാറ്റ മോട്ടോഴ്സ്. ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം 0.5% ഇടിവിൽ 682.5 എന്നൊരു നിലയിലാണ്. എന്നാൽ പല ബ്രോക്കറേജുകളുടെയും ഒരു വിലയിരുത്തൽ ഒരു പക്ഷേ ഇനിയൊരു മുന്നോട്ടേക്ക് ഒരു അപ് ട്രെൻഡ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ബൗൺസ് ബാക്ക് നടത്താനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് CLSA അടക്കമുള്ള പല ബ്രോക്കറേജസും ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത് ടാറ്റ മോട്ടോഴ്സിന്റെ ഫൈനാൻഷ്യൽസ് കഴിഞ്ഞ 2-3 ക്വാർട്ടേഴ്സിൽ ഒട്ടും മികച്ചതല്ലായിരുന്നു. ടാറ്റ മോട്ടോഴ്സിന്റെ ബാലൻസ് ഷീറ്റ് നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി കടം എടുത്തിരിക്കുന്ന ഒരു കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ്. സോ ഫൈനാൻഷ്യൽ ഔട്ട്ലുക്ക് വളരെ നല്ലതല്ല ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ. ടാറ്റ മോട്ടോഴ്സിലും മറ്റ് പല സ്റ്റോക്സിലും കണ്ടിരിക്കുന്നത് പോലെ കഴിഞ്ഞ ജൂലൈ മാസത്തിന് ശേഷം ഹെവി സെല്ലിംഗ് നടന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് ഒരു ചാർട്ട് വെച്ച് നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്കും ഓവർ സോൾഡ് സോണിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് കവറിംഗിന് നല്ല സാധ്യത ഈ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 760 രൂപയായിരിക്കണം. ബട്ട് നമ്മൾ ഓട്ടോ മേഖലയിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സ്റ്റോക്ക് മാരുതി. മാരുതിയുടെ കേസിൽ നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മാരുതിയുടെ കേസിൽ 12,500 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റെസിസ്റ്റൻസ് 13,500 രൂപയായിരിക്കും. മറ്റൊരു ഓട്ടോ സ്റ്റോക്ക് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നു. ഇറ്റ് ഈസ് ബജാജ് ഓട്ടോ. ബജാജ് ഓട്ടോയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു സാധ്യത കാണുന്നുണ്ട്. വരും സെഷൻസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 8,800. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഓൾമോസ്റ്റ് ഒരു 1000 രൂപയുടെ നേട്ടം ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായിട്ട് GE ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ടുള്ള അതാണ് നമ്മുടെ ഫോക്കസിലേക്ക് എത്തിയിരിക്കുന്നത്. GE ഷിപ്പിങ്ങിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഇടിവിലായിരുന്നു ഈ ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 0.9% ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. GE ഷിപ്പിംഗ് ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? GE ഷിപ്പിംഗിന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. പൂർണ്ണമായിട്ടും ഈ സ്റ്റോക്കിലെ കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 1020 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ടോട്ടലി അൺറിലേറ്റഡ് ആയിട്ടൊരു സ്റ്റോക്ക് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നു. ഇറ്റ് ഇസ് ടാറ്റ കൺസ്യൂമർ. ടാറ്റ കൺസ്യൂമറിന്റെ കേസിൽ ഡിസംബർ മാസം മുതൽ ഗ്രാജുവലി ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ബിൽഡപ്പ് വരുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിലെ കറന്റ് ലെവൽസിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ലോങ് പൊസിഷൻ ലോങ് ടേമിന് വേണ്ടി ബിൽഡപ്പ് ചെയ്യാം. അങ്ങനെ ഒരു ബിൽഡപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 990 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 1050, അതിനുശേഷം 1080 ആയിരിക്കും. 1080 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്താൽ ഈ സ്റ്റോക്കിൽ വലിയൊരു അപ്സൈഡ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
അടുത്തതായിട്ട് താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് PNC ഇൻഫ്രാടെക്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. PNC ഇൻഫ്രാടെക് കഴിഞ്ഞ ദിവസം ഏകദേശം 1.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സ്മോൾ ക്യാപ് സ്പേസിൽ പറ്റിയ ഒരു ഓഹരിയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, നമ്മളെ സ്മോൾ ക്യാപ് സ്റ്റോക്സിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈ കമ്പനികളുടെ ബാലൻസ് ഷീറ്റും അതിന്റെ ഡെറ്റ്, അതായത് എത്ര കടം എടുത്തിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കണം. ഇപ്പൊ PNC ഇൻഫ്രാടെക്കിന്റെ ഫൈനാൻഷ്യൽസ് എനിക്ക് അറിഞ്ഞുകൂടാ, ബട്ട് ഇതിന്റെ ഒരു പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നു ഒത്തിരി വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. സോ ഇതിലൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 280 അതിനുശേഷം 325 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. അപ്പം കല്യാൺ ജുവലേഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. കല്യാൺ ജുവലേഴ്സിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു ജനുവരി അല്ലെങ്കിൽ 2025 ആരംഭിച്ചതിന് ശേഷം തുടർച്ചയായിട്ട് കറക്ഷൻ നേരിട്ടൊരു ഓഹരി കൂടിയായിരുന്നു. എന്നാൽ തിങ്കളാഴ്ച ഈ ട്രേഡിംഗ് നോക്കിയപ്പോഴേക്കും വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഏകദേശം ഒരു 3% നേട്ടം നൽകിയതായിട്ട് കാണാം. ഇന്നലെ വന്നപ്പോഴേക്കും ആ ഒരു നേട്ടം എല്ലാം തന്നെ കൈവിട്ടുകൊണ്ട് ഏകദേശം 4.5% ഇടിവിൽ 484.3 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കല്യാൺ ജുവലേഴ്സിലുള്ള താങ്കളുടെ ഒരു ലോങ് ടേം വിലയിരുത്തൽ എന്താണ്? കല്യാൺ ജുവലേഴ്സിന്റെ കേസിൽ നമുക്ക് ജനുവരി അവസാനം മുതൽ ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് നേരിയ തോതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് അതുകൊണ്ട് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ ഒന്നും തന്നെ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഇത് വളരെ ഹൈലി റിസ്കി ഒരു സെറ്റപ്പാണ് ഇപ്പൊ നിലവിൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 460 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 550 അതിനുശേഷം 620 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. എഗെയിൻ പല സ്റ്റോക്സിലും പറഞ്ഞതുപോലെ തന്നെ ഈ സ്റ്റോക്കിലും ട്രെൻഡ് റിവേഴ്സലിന് ഒരു സാധ്യത വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ഏതായാലും ഇന്നത്തെ നമ്മുടെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും ഒപ്പം തന്നെ എക്സ്പെർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്.